പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ യുവ തലമുറയിൽപ്പെട്ട പെൺകുട്ടികൾ, ഈ പെൺകുട്ടികളുടെ ഇന്നത്തെ പോക്ക് വളരെ അപകടത്തിലേക്കാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊട്ടിയം പോലീസ് ഒരു പ്രതിയെ പിടിച്ചു. അതായത് കാപ്പ കേസിൽ ഒളിവിൽ കഴിഞ്ഞ ഒരു പ്രതിയാണ്. ഈ കാപ്പ കേസ് ഉണ്ടാകണമെങ്കിൽ അവൻ നിരവധി കേസുകളിൽ പ്രതിയാകണം. അങ്ങനെ നിരവധി ആക്രമണ കേസ്, വധശ്രമ കേസിലടക്കം പ്രതിയായ ഒരുത്തൻ. അവൻ്റെ പേര് പൊട്ടാസ് നിഷാദ് എന്നാണ്. അപ്പോൾ ഇവൻ്റെ ഒരു വാർത്ത, അതായത് ഇവനെ പോലീസ് അവൻ്റെ ഒളിസങ്കേതത്തിൽ പോയി സാഹസികമായാണ് പിടികൂടിയത്. അന്നത്തെ കൊട്ടിയത്തെ ISHO ആയ പ്രദീപ് സാറ്, ഇദ്ദേഹവും ഒക്കെ പോയി ആണ് ഇവനെ പിടികൂടിയത്. ഇവനെ പിടികൂടി കൊണ്ടുവന്നതിന് ശേഷം ഇത് പത്രത്തിലും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വലിയ രീതിയിൽ വാർത്ത വന്നു. ഈ വാർത്തയുടെ പല ഭാഗങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. അതായത് ഇങ്ങനെ ഒരു പ്രതിയെ കൊട്ടിയം പോലീസ് പിടികൂടി എന്നുള്ള ഒരു തലക്കെട്ടോടു കൂടി ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. പക്ഷേ ഞെട്ടിക്കുന്ന തരത്തിലാണ് പെൺകുട്ടികൾ ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു വീഡിയോക്ക് കമന്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 5 ലക്ഷവും 6 ലക്ഷവും ഒക്കെ കടന്ന് ആ വീഡിയോ വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു. അതിൻ്റെ കമന്റുകളാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. കാരണം പെൺകുട്ടികൾ കമന്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു ഗുണ്ടയെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഗുണ്ടയോട് കണ്ടപ്പോൾ തന്നെ ക്രഷ് തോന്നി, അങ്ങനെ തുടങ്ങി നിരവധി കമന്റുകളാണ് ആ ഒരു ഇതിൽ കിടക്കുന്നത്. അതായത് ഇത്രയും ക്രിമിനലായ ഒരുത്തൻ, ഇത്രയും കേസുകൾ ഉണ്ടാക്കിയ ഒരുത്തൻ, അങ്ങനെ ഉള്ള ഒരുത്തനെ വലിയൊരു താരപരിവേഷം കൊടുക്കുന്ന രീതിയിലാണ് ഇന്നത്തെ തലമുറ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അതിനെ ഏറ്റെടുത്തത്. ഇത് വളരെയധികം വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. ഇത്രയും വലിയൊരു ക്രിമിനലിനെ എന്തിനാണ് ഇത്രയും വലിയ രീതിയിൽ നിങ്ങൾ ഈ ഹൈപ്പ് കൊടുക്കുന്നത്? മാത്രവുമല്ല, ഇങ്ങനെയുള്ള ഒരുത്തനോടാണോ ക്രഷ് തോന്നണ്ടേ? നല്ല രീതിയിൽ കുടുംബം നോക്കുന്ന, നല്ല രീതിയിൽ തൊഴിലെടുക്കുന്ന, നല്ല വിദ്യാഭ്യാസമുള്ള, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരുത്തൻ, നല്ല ഒരു പയ്യൻ, അങ്ങനെ ഒരു പയ്യൻ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആരും അത് കാണുന്നില്ല, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നില്ല. പക്ഷേ ഇതുപോലെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആൻറ്റി സോഷ്യലായിട്ടുള്ളവന്മാർ ഇതുപോലെയുള്ള വീഡിയോകൾ അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമ്പോൾ അതിനെ വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും അതിനെതിരെ അല്ലെങ്കിൽ അതിന് അനുകൂലിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ തലമുറ കാണിച്ച് കൂട്ടുന്ന ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ, അങ്ങനെ തന്നെ പറയണം കേട്ടോ, വളരെ വിഷമകരമായ കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഇവർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വളമിട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ വളരാനായിട്ട് ഇനിയും ഇതിലും വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെടുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ തലമുറ ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നത്.